വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 8ാം ദിനം പിന്നിട്ടു. ദുഷ്കരമായ സൂചിപ്പാറ സൺറൈസ് വാലിയിലും ഇന്ന് തിരച്ചിൽ നടത്തി. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും തിരച്ചിൽ 90% പൂർത്തിയായി. മേപ്പാടി സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാന തിരച്ചിൽ. വനം വകുപ്പിലെ പ്രത്യേക പരിശീലനം ലഭിച്ച 2 പേരും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ 4 പേരും 6 സൈനികരും ഉൾപ്പെടെ 12 പേരുടെ സംഘമാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ സൺറൈസ് വാലിയിൽ ഇറങ്ങിയത്. ഏറെ നേരം തിരഞ്ഞെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും തിരച്ചിൽ 90% പൂർത്തിയായെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചൂരൽമലയിലുൾപ്പെടെ റഡാർ പരിശോധന തുടർന്നു. തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി. ഇന്നോടുകൂടി ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. വാടക വീടുകൾക്കുള്ള അന്വേഷണം തുടങ്ങി. വീടുകൾ നഷ്ടമാകാത്തവരും പുനരധിവാസ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാകുമെന്നും മന്ത്രി പറഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന KSEBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ, KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് ട്രാൻസ്ഫോമർ പരിധികളിലെ ഉപഭോക്താക്കളിൽ നിന്ന് 6 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ല. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും KSEB ചെയർമാനും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ദുരന്തത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങി. ടീം 24 വയനാട്.